ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഈ അപ്പമായിരിക്കും അല്ലേ. അപ്പവും സ്റ്റൂ പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിലുള്ള റെസിപ്പി നമ്മുടെ ഈ സോഫ്റ്റായൊരു അപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ, എൻ്റെ അപ്പം ഇങ്ങനെയാണ് ഉള്ളത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലത് നമുക്ക് കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വെറുതെ കഴിക്കാം കേട്ടോ, കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. അപ്പോൾ ഇതാ ഈ അപ്പം ഇത്ര സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അപ്പത്തിൻ്റെ റൈസ്. ഇത് ഇവിടുത്തെ ദോശ റൈസാണ്. നാട്ടിലൊക്കെ നമ്മൾ ദോശയ്ക്ക് പച്ചരിയല്ലേ ഇടുന്നത്, ഇവിടുത്തെ പച്ചരിയാണ് കേട്ടോ ഇത്. ദോശ റൈസ് എന്നാണേ പറയുക. അപ്പോൾ ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ. നമ്മുടെ പച്ചരീനേക്കാൾ ഒന്നും കൂടെ നമുക്കിത് മുന്നിക്ക് നിൽക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത് ഞാനൊരു 5-6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കാൻ വെക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അരി മാത്രം. അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 1.5 ഗ്ലാസ് അരിയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നാളികേര വെള്ളം കേട്ടോ. ഞാൻ നാളികേരം പൊട്ടിച്ച് വെള്ളം എടുത്തതാണേ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും 2 സ്പൂൺ ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കള്ളപ്പത്തിൽ നമ്മൾ കള്ള ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കള്ളമൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പണ്ടൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങളെ വീട്ടിലൊക്കെ തെങ്ങ് ചെത്തുന്ന സമയത്ത് ഫ്രഷായ കള്ള് കിട്ടുമ്പോൾ അവർ തരും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഇതേപോലെ അപ്പം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടാറില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ നാളികേര വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് അതേപോലെ 2 സ്പൂൺ ഷുഗർ ഇട്ടിട്ട് നമ്മളിതൊന്ന് വെയിലത്ത് വയ്ക്കുക, അല്ലെങ്കിൽ വെയിലുള്ള സ്ഥലത്ത് അടച്ചു വയ്ക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കഴിയുമ്പോൾ അത് പൊന്തി വരും കേട്ടോ. അപ്പോൾ നമുക്കത് എടുത്ത് വയ്ക്കാം. ഇനി ഞാൻ ചോറ് അരയ്ക്കുന്നതിന് പകരം ഇതിൽ അരയ്ക്കാൻ പോകുന്നത് അവിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് അവിൽ ഒരു 10 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കുതിർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അരച്ചെടുക്കണമെങ്കിൽ നമ്മുടെ അരി സോക്കായി വരണം. അപ്പോൾ ഞാൻ രാവിലെ അരിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാളികേര വെള്ളം കണ്ടില്ലേ, അതിപ്പോൾ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കള്ളായിട്ടുണ്ട്. ആക്ച്വലി പുളിച്ചു, നമ്മൾ ആ നാളികേര വെള്ളത്തിനെ പുളിപ്പിച്ചു ഈസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇത്രയും നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഞാൻ 2 കപ്പ് നാളികേരം, അതായത് ഒരു വലിയ നാളികേരമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മുറി ഫുള്ളായിട്ട് ഞാൻ എടുത്തു കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട്. നാളികേരം കുറച്ച് കൂടുതലായാലും നമ്മൾ അപ്പത്തിന് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പത്തിന് വേണ്ട നാളികേരം ഞാൻ 1.5 ഗ്ലാസ് അരിക്ക് 2 കപ്പ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട. നമുക്ക് ഇഡ്ഡലി അരയ്ക്കുന്നതിന് മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊന്തി വരുന്ന സമയത്ത് മാവ് ഒന്നും കൂടെ ലൂസായി വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിലായി വരും കേട്ടോ. അപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് അരച്ചെടുക്കാതെ. അപ്പോൾ ഞാൻ എൻ്റെ മാവ് അരച്ചെടുക്കട്ടെ. നമുക്ക് ജാറിലെല്ലാം കൂടെ ഒന്നിച്ച് അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 2 ട്രിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ ഈ നാളികേര വെള്ളം പുളിപ്പിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ വെള്ളത്തിൽ 2 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മധുരം വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ മുന്നേ ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. പലരും മാവ് ചൂടാൻ നേരത്താണ് ഉപ്പിടുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും എന്തരക്കുകയാണെങ്കിലും ഉപ്പിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ മാവ് അരച്ചു, ഞാനത് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുക്കാം. അതാണ് നല്ലത്. നല്ല പോലെ അരയണം, തരിയൊന്നും വേണ്ട. അപ്പോൾ എൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊന്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒന്നും കൂടെ ലൂസായി വരിക ചെയ്യുക. നമ്മളെല്ലാവരും എന്താ ചെയ്യുക, രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ നമ്മൾ അപ്പം ചുട്ടെടുക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മാവ് നമ്മൾ അത്ര നേരം നമ്മൾ വെക്കേണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഈസ്റ്റ് ഇട്ട കാരണം ഇത് പെട്ടെന്ന് പൊന്തി വരും. അപ്പോൾ ഒരു 4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ മാവ് പൊന്തു കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ മാവിൻ്റെ അവസ്ഥ. കണ്ടില്ല, എൻ്റെ മാവ് പൊന്തി വന്നിട്ടുണ്ടേ, കണ്ടില്ലേ, ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
കണ്ടില്ല. അപ്പം മാവ് അത്യാവശ്യം നല്ലപോലെ പൊന്തിയിട്ടുണ്ട്. അപ്പം ഞാനിത് അപ്പം ഇപ്പോൾ തന്നെ ചുട്ടെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മാവ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ഉപയോഗിക്കാം കേട്ടോ. അപ്പം മാവ് ഞാൻ എന്താ എൻ്റെ അപ്പം ചുടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പ്ലേറ്റിലാണ് കേട്ടോ വയ്ക്കുക. കുഴിയുള്ള പ്ലേറ്റിൽ വെച്ചിട്ട് ആണ് ഇതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് പ്ലേറ്റ് കൊള്ളുന്ന പാത്രമില്ല, ആവി കയറ്റാൻ വലിയ പാത്രമില്ല. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ആവി കയറ്റുന്നത്. അപ്പോൾ അതിലേക്ക് കൊള്ളുന്ന എൻ്റെ ഈ ചോറ്റുപാത്രമാണ് അതിൽ കൊള്ളുന്നുള്ളത്. അപ്പോൾ ഞാനിത് അതിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ക്രിസ്മസിന് തന്നെ ഉണ്ടാക്കണമെന്നില്ല. ഇത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അവർ എപ്പോഴും ക്രിസ്മസിൻ്റെ സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ, ഇതിപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാക്കാറുണ്ട്. വെള്ളപ്പത്തിന് അരച്ച മാവാണെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചുട്ടെടുക്കാറുണ്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ. അപ്പോൾ മാവിൻ്റെ മുകളിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ, അത് കാരണം ഇപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ എൻ്റെ പാത്രത്തിലേക്ക് വെച്ചു, അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് നമുക്കിത് ആവി കൊള്ളിച്ചെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. നല്ലപോലെ കുക്കായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പപ്പടക്കോല് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. അത് കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പടക്കോലിന് മുകളിൽ ഒന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ, എൻ്റെ പപ്പടക്കോല് ക്ലിയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഉള്ളിലൊക്കെ മാവ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇനി ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് അടച്ച് വയ്ക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇപ്പോൾ ആവിയൊക്കെ പോയി, ചൂടൊക്കെ പോയി, എൻ്റെ അപ്പം നല്ലപോലെ കൂളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡുകളാണ് ആദ്യം അടർത്തിയെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് നമ്മുടെ കട്ട് ചെയ്തെടുക്കുക. പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സൈഡൊക്കെ ആദ്യം എടുക്കണേ, ഇല്ലെങ്കിൽ നമ്മുടെ അപ്പം ഉടഞ്ഞു പോകും. അപ്പോൾ ഉടയാതെ ശ്രദ്ധിക്കുക. നമ്മൾ സൈഡൊക്കെ എടുത്തു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, എൻ്റെ അപ്പം നല്ലപോലെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി അപ്പമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഇത് മുറിച്ചെടുത്ത് നമുക്ക് ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ സൈഡായിട്ട് ഉണ്ടാക്കിയത് ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഈസി ആയിട്ട് പെട്ടെന്ന് 10 മിനിറ്റ്സിൽ നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. ഇത്തവണ ഞാൻ നാളികേരപ്പാൽ ഒഴിച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കിയത്. നാളികേരം ഞാൻ അരച്ചൊഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലൊന്നും സംഭവിക്കില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് കണ്ടില്ലേ, എൻ്റെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ നമുക്ക് പോയി കഴിച്ചാലോ. അപ്പോൾ അതാ ചിക്കൻ സ്റ്റൂ കൂട്ടി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണിത്. ഞാനിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ. ഇത് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം, നല്ല അടിപൊളിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.